ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കും ചാവേർ. ഒന്നാമത് ടിനു പാപ്പച്ചൻ്റെ കൂടെ ടിനു പാപ്പച്ചൻ്റെ സിനിമ വരുമ്പോൾ തന്നെ നമ്മൾ പറയും പഞ്ചവത്സര പദ്ധതി എന്ന് പറയും. സ്ത്രീ 1 സ്ത്രീയുടെ തീമുണ്ട്. അപ്പം അങ്ങനത്തെ തീമുകൾ ഞാൻ അതായത് എൻ്റേതായ സ്റ്റൈലിൽ വീണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ ബേസിക് അതിൻ്റെ റൂട്ട് തീം അത് എന്നെ ഉപയോഗിച്ചിട്ട് മുഞ്ചി ഓൾറെഡി അവിടെ ഹിറ്റായി. അപ്പോൾ ആ സമയത്ത് അവർക്ക് സ്കോറൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് അവർക്ക് കുറച്ചുകൂടി എനിക്ക് എന്താ പേടി എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ഞാൻ മുഞ്ചി ചെയ്യുമ്പോൾ എൻ്റെ പേടി ഞാൻ അത് ചെയ്തിട്ട് അതെങ്ങനെ മോശമായി പോയി സ്ത്രീ 2 അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ്, അതുകൂടി പോകുമെന്നൊക്കെയായിരുന്നു എൻ്റെ ടെൻഷൻ. എക്സ്പെരിമെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ടിനുവിൻ്റെ മൂവീസിലായിരിക്കും. അതിനുള്ള സ്കോപ്പ് നമുക്ക് ആ വിഷ്വലിൽ നിന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ അത് അപ്പോൾ ഞാൻ പറയും ചാവേർ ചെയ്ത് ചാവാറായി എന്നൊക്കെ പറയുമായിരുന്നു. ഇങ്ങനെയാണ് തുടങ്ങിയത്. സംഗീത സംവിധായകൻ ജസ്റ്റിൻ വർഗീസാണ് ഇന്ന് റിപ്പോർട്ടറിനോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. സ്ത്രീയാണ് പുതിയ വിശേഷം. സിനിമ ബോളിവുഡിലെ ഏറ്റവും വലിയ കളക്ഷൻ സിനിമയായി മാറിക്കൊണ്ടിരിക്കുന്നു. 500 കോടി ഇപ്പോൾ ബ്രേക്ക് ചെയ്തു. ഒരു പോസിബിൾ 1000 കോടി എന്നാണ് ഇപ്പോൾ അവിടുത്തെ മീഡിയസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഒരു മലയാളി സാന്നിധ്യമാണ് ജസ്റ്റിൻ. അതും സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തുകൊണ്ട് ബോളിവുഡിലേക്ക് പോകുന്നു. ഇതെങ്ങനെയാണ് മലയാളത്തിൽ ഇപ്പോൾ ജസ്റ്റിൻ ചെയ്ത സിനിമകൾ, ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഫീൽ ഗുഡ് സിനിമകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഹൊറർ സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ബോളിവുഡിലേക്ക് ഈ ഒരു ഹൊറർ യൂണിവേഴ്സിലേക്ക് എത്തുന്നതും ബോളിവുഡിലേക്ക് എത്തുന്നതൊക്കെ എങ്ങനെയാണ്? ഞാൻ സ്ത്രീ 1 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ആ സമയത്ത് സ്ത്രീയൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ആ സമയത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നു, ആ സമയത്താണ് നമ്മളിവിടെ ജോജി റിലീസ് ചെയ്തത്. അപ്പോൾ ജോജി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എന്നെ ഇതിൻ്റെ സ്ത്രീയുടെ ഡയറക്ടർ അമർ കൗശിക് സാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ അങ്ങനെ സാർ ഇങ്ങനെ നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അത് സ്ത്രീ 2 ഒന്നായിരുന്നില്ല, അത് മുമ്പ് നേരത്തെ ആയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബോംബെയിൽ പോയിട്ട് മീറ്റൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് 1-2 പ്രോജക്ട്സിൽ എന്നെ സാർ വിളിച്ചു. പക്ഷേ ആ സമയത്ത് ഇവിടെ നമ്മളുടെ പടങ്ങൾ മലയാള സിനിമകൾ നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോംബെക്ക് പോകാനോ ആ വർക്കുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് പിന്നെ സ്ത്രീയുടെ ഒരു എന്തെങ്കിലും എന്നോട് ചോദിച്ചു. അവരുടെ പ്രൊഡ്യൂസേഴ്സിനെ എല്ലാവരെയും കൺവിൻസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നോട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡെമോ പോലെ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡെമോ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ആ തീം ഇപ്പോൾ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പോകണത് അവർ ഷൂട്ടിനും ഒരു റെഫറൻസ് ആയിട്ടൊക്കെ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ പറഞ്ഞ് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആക്ച്വലി സ്ത്രീ 2 ആണോ അത് മുഞ്ചിയാണോ ആദ്യം ചെയ്തത്? പക്ഷേ ഞാൻ മുഞ്ചി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീ 2ൻ്റെ തീം ചെയ്ത് കൊടുക്കലും പരിപാടികളും ഒക്കെ നടന്നു ഓൾറെഡി ഷൂട്ട്. അപ്പോൾ ഇവർ ഷൂട്ടിനൊക്കെ അത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഇഷ്ടപ്പെട്ടില്ല, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അമർ സാറിന് ഞാൻ മെസ്സേജ് ഇപ്പോഴും റിപ്ലൈ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താണോ ഞാനാകെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായാലും അവരെ ഒന്നുകൂടി വിളിച്ച് നോക്കാം, നിങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ച ഒരു ദിവസം എന്നെ വീണ്ടും അമർ സാർ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അപ്പോൾ സാർ എന്നോട് പറഞ്ഞു സോറി ഞാൻ ഫുൾ ഷൂട്ടിൽ ബിസി ആയിപ്പോയി, അതുകൊണ്ടാണ് നമുക്ക് സ്ത്രീ 2 വരണുണ്ട്, അതിനൊരു 2 മാസം കൂടെയൊക്കെ എടുക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം അതിന് മുമ്പ് ഒരു ചെറിയൊരു മൂവി കൂടി ഉണ്ട്, അതൊന്ന് വന്നിട്ട് കണ്ടു നോക്കാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ടാണ് മുഞ്ചിയ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്ത്രീ 2 ആണ് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ പിന്നെ അവർ എന്താ പറയുക, അവരെല്ലാവരും അവരുടെ ഈ മുഞ്ചിയുടെ ഡയറക്ടറിനെയും പരിചയപ്പെട്ടു, ആദിത്യ എന്ന് പറഞ്ഞു. അപ്പോൾ ആദിത്യ സാർ ഇവരെല്ലാവരും ഭയങ്കര കൂളായിരുന്നു. ഭയങ്കര നമ്മളുടെ വർക്കുകളൊക്കെ കേൾക്കുകയും ഇഷ്ടപ്പെടും. എൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആദിത്യ സാറൊക്കെ ഇങ്ങനെ നമ്മളുടെ സൂപ്പർ ശരണിയിലെ പാട്ടുകളൊക്കെ പാടിക്കുകയും, അപ്പോൾ അങ്ങനെ പുള്ളി സാറിൻ്റെ ഏതോ മൂവിയിൽ ഈ പാട്ടുകളുടെ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടൊക്കെ അവർ പാട്ടുകൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കും ഭയങ്കര കംഫർട്ടബിൾ ആയ ആ ഒരു സ്പേസ്. ഇത് രണ്ടും അടുപ്പിച്ചാണല്ലോ റിലീസ് ചെയ്യുന്നത്, അതും കൂടെ ഒരു സന്തോഷമല്ലേ? അത് ഉറപ്പായിട്ടും. അപ്പോൾ പക്ഷെ പെട്ടെന്നായിരുന്നു മുഞ്ചി ചെയ്ത് ഉടനെ തന്നെ സ്ത്രീ തുടങ്ങി, അങ്ങനെ പെട്ടെന്നായിരുന്നു.
പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഈ ഹൊറർ യൂണിവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂഷ്വലി ഒരു ടിപ്പിക്കൽ ഹൊറർ സിനിമയുടെ ഒരു സ്റ്റൈലല്ലോ, ജംപ് സ്കേഴ്സോ അല്ലെങ്കിൽ ലൗഡ് നോയ്സൊക്കെ അങ്ങനെ അധികം ഉപയോഗിക്കാതെ ഒരു വേൾഡ് സെറ്റ് ചെയ്ത് അതിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോയാണല്ലോ ഈ സിനിമകൾ ചിരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി സ്ത്രീ 1 സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വേൾഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു വേൾഡിലേക്കാണ് ജസ്റ്റിൻ പോകുന്നത്. പുതിയതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ആ വേൾഡിലേക്ക് ജസ്റ്റിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരേ സമയം ഹൊററിനെയും ഹ്യൂമറിനെയും ഇതിന് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ രാജ്കുമാർ റാവു ആൻഡ് ഗ്യാങ് ഒരു സമയത്ത് ചിരിപ്പിക്കുമ്പോഴും അതേ സെയിം ടൈമിൽ ആ സീനിൽ ചിലപ്പോൾ ഒരു ഹൊറർ സീൻ ആയിരിക്കും. ഇതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു ചാലഞ്ച് എങ്ങനെയായിരുന്നു ഈ ഹ്യൂമറും ഹൊററും ഒരേ സമയം ബാലൻസ് ചെയ്യുന്നത്? അതായിരുന്നു ഏറ്റവും വലിയൊരു ചലഞ്ച്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് പാടിപ്പോകാൻ ഭയങ്കര സാധ്യതയുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം സ്ത്രീ 1 ഇരുന്ന് കണ്ടു അത് എങ്ങനെയായിരുന്നു മ്യൂസിക്കലി ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ. അപ്പം ഞാനത് കണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അതിലിങ്ങനെ അതിൻ്റെ സ്കോറിലായാലും അതുപോലെ ഇങ്ങനെ കുറേ ഹ്യൂമറിന് വേണ്ടിയിട്ടൊരു കുറേ മ്യൂസിക് ചെയ്യുക അങ്ങനെ എല്ലാവരും അവരെ ട്രീറ്റ് ചെയ്ത്. അതിലെന്തെങ്കിലും റെഫറൻസ് ട്രാക്കുകൾ ഇതിന് വേണ്ടി അതിൻ്റെ തീമുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം സ്ത്രീ 1 സ്ത്രീയുടെ തീമുണ്ട്. അപ്പം അങ്ങനത്തെ തീമുകൾ ഞാൻ അതായത് എൻ്റേതായ സ്റ്റൈലിൽ വീണ്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ ബേസിക് അതിൻ്റെ റൂട്ട് തീം അത് എന്നെ ഉപയോഗിച്ചിട്ട് അപ്പം അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ജസ്റ്റ് അതിൻ്റെ തീം അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രീഡം എടുത്തോളൂ എന്നുള്ള തരത്തിലാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സ്ത്രീ 2 വർക്കുകളൊക്കെ ഇവിടെ തന്നെയാണോ നടന്നത്? അതെ, ഇവിടെ തന്നെയാണ് നടന്നത്. നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ചെറിയൊരു പാർട്ട് പ്ലേ ചെയ്യാൻ പോസിബിൾ ആണോ? സ്ത്രീ 2 തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഡെമോ പോലെ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അതിൻ്റെ സീൻ ഇങ്ങനൊരു സീൻ മൂവിയിൽ ഒരു ഓപ്പണിംഗ് സീൻ പോലെ ഒരു സീൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് സർക്കട്ടെ ഒരു തീമുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വരവ് കാര്യങ്ങളൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ ചുമ്മാ ഇങ്ങനൊരു സൗണ്ട് ഡിസൈനിൻ്റെ ഇങ്ങനെയൊക്കെ കുറച്ച് ടോൺസൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ ട്രൈ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ തീമായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊരു വിസിൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഹൊറർ എഫക്റ്റ് അതിന് വേണ്ടിയിട്ട് ഒരു വിസിലിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നിട്ട് അത് കുറച്ചുകൂടി എഫക്ട്സ് ഒക്കെ എല്ലായിട്ട് ഇങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ അതിനെ നമ്മൾ വലുതാക്കി വരുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. ഭയങ്കര ട്രസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് എന്നെ ഭയങ്കര ട്രസ്റ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ മുഞ്ചി ഓൾറെഡി അവിടെ ഹിറ്റായി. അപ്പോൾ ആ സമയത്ത് അവർക്ക് സ്കോറൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് അവർക്ക് കുറച്ചുകൂടി എനിക്ക് എന്താ പേടി എനിക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ഞാൻ മുഞ്ചി ചെയ്യുമ്പോൾ എൻ്റെ പേടി ഞാൻ അത് ചെയ്തിട്ട് അതെങ്ങനെ മോശമായി പോയി സ്ത്രീ 2 അല്ലെങ്കിൽ ചെയ്യേണ്ടതാണ്, അതുകൂടി പോകുമെന്നൊക്കെയായിരുന്നു എൻ്റെ ടെൻഷൻ. പക്ഷെ മുഞ്ചി അത് വർക്കൗട്ടായി. അപ്പം സിനിമ ഒരു സർപ്രൈസ് ഹിറ്റ് ആയിരുന്നല്ലോ. അതെ ഉറപ്പായിട്ടും. അതെ അത് അങ്ങനെ ഒരു ചെറിയ സിനിമയായിരുന്നു. അതിനകത്ത് അങ്ങനെ സ്റ്റാർ കാസ്റ്റ് ഒക്കെ കുറവാണ്. അപ്പം എനിക്കും അതൊരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അവർ പിന്നെ നമ്മളോട് വിളിച്ച് അവർ ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നുണ്ട് പടം എന്നൊക്കെ പറഞ്ഞു. നമുക്ക് തുടങ്ങണ്ടേ സ്ത്രീ 2 തുടങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ സ്ത്രീ 2 അത് കുറച്ചുകൂടി വലിയ മൂവിയായിരുന്നു. ഞാനും എത്ര വലിയൊരു മൂവി ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പം പക്ഷേ അമർ സാറ് ഭയങ്കര ട്രസ്റ്റാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യം സീൻസ് കാണാൻ ഫസ്റ്റ് ഹാഫ്. അപ്പോൾ ഫസ്റ്റ് 2 റീലൊക്കെ കഴിയുമ്പോൾ വന്ന് കണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് കറക്ഷൻസൊക്കെ പറയുമ്പോൾ ഒരു സീൻ പറയുമ്പോൾ അപ്പോൾ നമുക്കും തോന്നുമല്ലോ ചില സീനുകൾ ഒന്നുകൂടി റീവർക്ക് ചെയ്യണം. പക്ഷേ സമയം വളരെ കുറവായിരുന്നു. സ്ത്രീ 2 ചെയ്യാൻ സമയം ഭയങ്കര കുറവായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം സാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എനിക്ക് ആ സീനിലൊരു കറക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനിപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്നോട് പറയും മനസ്സിലായില്ലേ, അപ്പോൾ നീ ചെയ്തോ, അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര അതുപോലെ ഇപ്പോൾ ഈവൻ സിനിമയിലായാലും എൻ്റെ അടുത്ത് ചോദിക്കും നിൻ്റെ ഒപ്പീനിയൻ എന്താ, നിനക്ക് എവിടെയാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തത് എല്ലാം പറയും. എനിക്ക് 1-2 സീനുകൾ അത്ര വർക്കായില്ല സാറെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ് റീലുകളിലൊക്കെ എനിക്കത്. അപ്പോൾ സാർ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ മിക്സിന് ബോംബെ പോയപ്പോൾ എന്നോട് പറഞ്ഞു
നീ പറഞ്ഞ സീനൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്, അത് കൂടാതെ പിന്നെയും കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒപ്പീനിയൻ എടുക്കുകയും എല്ലാ കാര്യത്തിലും അങ്ങനെ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അത്തരത്തിൽ ശ്രീ വർക്ക് ചെയ്തപ്പോൾ. ഇത് ബോളിവുഡിൽ നിന്നുള്ള ഒരു അപ്രിസിയേഷൻ റിസപ്ഷൻ ഒക്കെ എങ്ങനെയാണ് ഈ പടം ഇറങ്ങിയതിന് ശേഷമുള്ളൊരു? എൻ്റെ ഏറ്റവും പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ നമ്മുടെ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് മിക്സ് കഴിഞ്ഞ് റിലീസാവുന്ന ദിവസം അല്ലെങ്കിൽ എൻ്റെ തലേദിവസമൊക്കെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോരും. അപ്പോൾ എനിക്ക് അവിടുത്തെ ആഫ്റ്റർ പാർട്ടി ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മിസ് ചെയ്യും. ഞാൻ എന്നിട്ട് പറയും നിങ്ങൾ ഒന്നുകിൽ ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ എന്നെ ഇതിനു വേണ്ടി വിളിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് മുഞ്ചിയ സമയത്ത് കുറേ അവിടുത്തെ ടെക്നീഷ്യൻസും ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മീറ്റ് ചെയ്തു. ഇപ്പം നമ്മളുടെ ഇതിൽ അഭിഷേക് ബാനർജി ഉണ്ട് നമ്മളുടെ. അപ്പോൾ മുഞ്ചിയുടെ റിലീസിനും പുള്ളി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരൊക്കെ ജന ചെയ്ത് അപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ ആദ്യം ഞാൻ പാതാളലോകവും ഇതെല്ലാം കണ്ട് ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. പുള്ളി നല്ല ഒരു പെർഫോമറാണ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമറാണ്. അപ്പോൾ പുള്ളി ആ ഒരു നമ്മളിപ്പോൾ ഒരാളൊരു എന്താ പറയുക അയാളുടെ അയാളുടെ ഡയലോഗ് ഡെലിവറിയിലൊക്കെ ചിലപ്പോൾ ഓരോ ക്യാരക്ടറുകളായിട്ട് മാറും എന്നൊക്കെ പറയില്ല. ഇത് ജസ്റ്റ് അയാളുടെ വെറുതെ എക്സ്പ്രഷനിൽ തന്നെ അയാൾ ഒരു ജനയെന്ന് മാറും. ഇപ്പോൾ അയാൾ വേദയിൽ തന്നെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാതാളലോകിലെ ക്യാരക്ടർ അറിയായിരിക്കും. അത് എല്ലാം ഭയങ്കര എക്സ്ട്രീം ഡിഫറെൻ്റാണ്. അപ്പം അപ്പോൾ ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. അപ്പോൾ പുള്ളിയൊക്കെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ അവരെയൊക്കെ കണ്ട് അവരുടെ അപ്രീസിയേഷൻ കിട്ടിയൊരു സന്തോഷമായിരുന്നു. പിന്നെ അവർ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് ഹഗ് ചെയ്ത് ഭയങ്കര കാര്യമായിട്ട്. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി വരുന്ന ഹൊറർ യൂണിവേഴ്സിലെ സിനിമകളിൽ ജസ്റ്റിൻ ഭാഗമാണോ? അതിനെപ്പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ പുതിയൊരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരതിൻ്റെ ലൊക്കേഷനൊക്കെ അത് കേരളത്തിൽ നിന്ന് അവരതിൻ്റെ ലൊക്കേഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനിപ്പോൾ ചെല്ലുമ്പോഴും എൻ്റെ അടുത്ത് അമർ സാറ് പറഞ്ഞത് എനിക്കൊരാൾ കംഫർട്ടബിളായിട്ട് സെറ്റ് ചെയ്യാൻ നമ്മളൊരു ഫാമിലി പോലെയാണ്. എൻ്റെ ആദ്യത്തെ മൂവിയായിട്ട് ഒരാളുണ്ട്. അപ്പം അതുപോലെയാണെന്നൊക്കെ എന്നോട് പറയാറുണ്ട്. അതെനിക്കറിയില്ല, പക്ഷേ എന്തായാലും അവരുടെ വർക്ക് ചെയ്യൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഇനി എന്നെ ഒരു മൂവിക്ക് വിളിച്ചായിരുന്നു ഇപ്പോൾ ഒരു ലാസ്റ്റ് വീക്ക്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ 1-2 മൂവികൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിപ്പോൾ ചെയ്യാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 1 വീക്ക് സമയം തരാം, ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് ബോളിവുഡിലേക്ക് ഒരു തിരിച്ചുപോക്ക് പ്രതീക്ഷിക്കാം. പോയിരിക്കും. ചാവേറിൽ റീലിലൊക്കെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാമോ? ഇത് നമ്മൾ മോഷൻ പോസ്റ്റർ ഇങ്ങനെ ഒരു വീഡിയോ കിട്ടി. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ഓൾറെഡി സിനിമയിൽ ചെയ്ത് വെച്ച 1-2 തീംസൊക്കെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ കിട്ടിയൊരു വിഷ്വൽ. അപ്പോൾ ഈ വിഷ്വൽ കണ്ടപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കുറച്ചൊരു എന്താ പറയുക ഒരു ഫോറസ്റ്റ് കൈൻഡ് ഓഫ് ഒരു ഇതാണ് എനിക്ക് തോന്നിയത്. ചാവേറിലും അങ്ങനത്തെ കുറച്ച് കാടുകളും ഇതെല്ലാം ഇത് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറേ എഫക്ട്സുകൾ കുറച്ച് ഞാൻ യൂസ് ചെയ്തു കുറച്ച്. അപ്പം അങ്ങനത്തെ ടോണുകൾ ഇങ്ങനെ ആംബിയൻ ടോണുകൾ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇതെല്ലാം കുറച്ച് മ്യൂസിക്കിൽ അതെ ഇങ്ങനത്തെയൊക്കെ കുറേ ടോൺസ് ഇങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങി. ഇങ്ങനത്തെയൊക്കെ കുറേ സാമ്പിൾസ് വെച്ചിട്ട് വർക്ക് ചെയ്തതാണത്. അങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിന് കുറച്ച് ഇങ്ങനത്തെ ചില ഇങ്ങനത്തെ കിക്കുകളും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ വയലിനിസ്റ്റ് ഒരു കാരോൾ എന്ന് പറഞ്ഞിട്ടൊരു വയലിനിസ്റ്റ് ചേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സിനിമകൾ ഒരുമിച്ച് അങ്ങനെ വർക്ക് ചെയ്യാറുള്ളത്. അപ്പം കുറച്ച് ഞാനിങ്ങനെ വെറുതെ മിമിക്കത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിക്ക് അങ്ങനെ നമ്മളങ്ങനെ ഇരുന്ന് എക്സ്പെരിമെൻ്റ് ചെയ്തെടുത്ത സാധനമാണ് അങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ളൊരു സാധനം. അങ്ങനെ പ്ലേ ചെയ്യിപ്പിച്ചു. അപ്പോൾ അങ്ങനെ അത് ചെയ്തു വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു സംഭവം വന്നത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ചാവേറിനാണ്, ചെന്താമര പൂ എന്ന് പറഞ്ഞ പാട്ടിനാണ് കിട്ടിയത്. അപ്പോൾ ഇത് ചാവേറിൻ്റെ ഒരു സിനിമയുടെ ഒരു നേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ പ്ലേസ് ചെയ്യുന്ന തെയ്യം, തോറ്റംപാട്ട്, ഇതിൻ്റെയൊക്കെ ഒരു കൾച്ചറൽ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഈ പടം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴും ടിനു പാപ്പച്ചൻ്റെ മേക്കിങ്ങിനോടൊപ്പം തന്നെ ജസ്റ്റിൻ്റെ മ്യൂസിക്കിനും അതൊരു തിയേറ്റർ വാച്ച് ഡിസേർവിങ് ആയിരുന്നു. ഈ ഒരു പടം ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള റിസർച്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു കണ്ണൂർ ബേസ് ചെയ്തൊരു പടം ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും റിസർച്ചൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിരിക്കും ചാവേർ. ഒന്നാമത് ടിനു പാപ്പച്ചൻ്റെ കൂടെ ടിനു പാപ്പച്ചൻ്റെ സിനിമ വരുമ്പോൾ തന്നെ നമ്മൾ പറയും പഞ്ചവത്സര പദ്ധതി എന്ന് പറയും. രണ്ടാമത്തെ പടമാണ്. അപ്പോൾ ആദ്യത്തെ പടവും ആയാലും മറ്റേ നല്ല പണിയാണ് ടിനുവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ പടത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ അടുത്ത പടത്തിന് വേറെ ഒരാളെ വേണമെങ്കിൽ നോക്കിക്കോ, നമുക്കങ്ങനെ മാറി ചെയ്യാം
എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ തമാശയൊക്കെ അങ്ങനെയൊക്കെ പറയും. പക്ഷേ അപ്പോൾ ടീനു എന്നോട് പറഞ്ഞു നീ ഇതൊന്ന് കേട്ടോക്ക്, സ്ക്രിപ്റ്റ് കേട്ടോക്ക്, നല്ല പടമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ടീനുവിൻ്റെ പടമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ക്രിപ്റ്റും ഞാൻ ഒന്നും കേട്ടില്ല. ആകെ ലൊക്കേഷനിൽ പോയപ്പോൾ കുറച്ച് സീൻസ് ഉണ്ടാണ്. അപ്പോൾ സീൻസൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് ഭയങ്കര ടീനുവിൻ്റെ പടത്തിലുള്ള ഗുണം ഓരോ ഫ്രെയിമും നമുക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരിക്കും. നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ടീനുവിനെ ഇപ്പോൾ 1, 2, 3 പ്രാവശ്യം ഒന്നും ചെയ്താലും ഇഷ്ടപ്പെടില്ല, ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല പണിയായിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ആ ഫ്രെയിമുകളിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും. ടീനുവിൻ്റെ പടത്തിൻ്റെ ഇൻസ്പിറേഷൻ ആവാറുണ്ടോ ഈ ഫ്രെയിം? 100%. എനിക്ക് ടീനുവിൻ്റെ പടത്തിൽ അതാണ്. ടീനുവിൻ്റെ പടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ടീനുവിൻ്റെ മൂവീസിലായിരിക്കും. അതിനുള്ളൊരു സ്കോപ്പ് നമുക്ക് ആ വിഷ്വലിൽ നിന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറയും ചാവേറെ ഇത് ചാവാറായി എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 മാസത്തോളമൊക്കെ പോയി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പം ഇതൊരു കുറച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ അതിനകത്ത് ഈ തെയ്യം എന്ന് പറയുന്ന അതും തെയ്യം ആ ഒരു കൾച്ചറൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ക്ലൈമാക്സ് ഒരു പോർഷനിൽ എത്തുമ്പോഴേക്കും ഒരു കംപ്ലീറ്റ് ആക്ഷൻ ആയിട്ട് അത് മാറുന്നുണ്ട്. അതെ. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് കണ്ണൂർ പോയിട്ട് തെയ്യത്തിന് യൂസ് ചെയ്യുന്ന ചെണ്ട, കുഴൽ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തെടുത്തു. അതുപോലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനായിട്ട് സംസാരിച്ച് എനിക്ക് ഇങ്ങനെ തെയ്യം ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ പാട്ടുകൾ പാടുന്നവരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പം ആണ് ഈ സിനിമയിൽ ലിറിസിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും അവാർഡ്, ബെസ്റ്റ് ലിറിസിസ്റ്റിനുള്ള അവാർഡ് ആക്കാണ് കിട്ടി. അപ്പം ഹരീഷിനെ അങ്ങനെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ഹരീഷിൻ്റെ അടുത്തുനിന്ന് ഞാൻ നമ്മളുടെ സിനിമയുടെ പ്ലോട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഹരീഷിനോട് ഇപ്പോൾ ഒരു കണ്ടനാർ കേളൻ എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്, ആ കണ്ടനാർ കേളൻ്റെ കഥ ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കഥകൾ ഇതിനെപ്പറ്റി പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ സിനിമയിൽ പാട്ട് വരുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെ നമുക്കങ്ങനെ അതായിട്ട് കണക്ട് ചെയ്തിട്ടൊരു പാട്ടുണ്ടാക്കാം. ഇപ്പോൾ അവിടെ സീനിലും നടക്കുന്നതല്ല, അതിൻ്റെ പാരലായിട്ട് നമ്മൾ പറയുന്നൊരു കഥ, അങ്ങനെ അതിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ ആലോചിച്ച് അങ്ങനെ ഞാൻ ഹരീഷിന് കുറേ തോറ്റം പാട്ടുകളൊക്കെ കേൾപ്പിച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ തോറ്റം പാട്ടുകളിൽ കാണുന്നൊരു സ്റ്റൈല്, ചില പ്രയോഗങ്ങൾ, അങ്ങനെ തോറ്റം പാട്ടുകൾ കുറേ കേട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ എന്താ പറയുക ഒരു കമ്പോസർ എന്നുള്ള തരത്തിൽ എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട് ഇപ്പോൾ എല്ലാ തരത്തിലും. അപ്പോൾ ഞാൻ അങ്ങനെ ലിമിറ്റഡായിട്ട് എല്ലാം പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അത്രയും റിസർച്ച് ചെയ്താലോ പണിയെടുത്താലോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും കുറേ പാട്ടുകൾ കേട്ട് അതിൻ്റെ റൂട്ടുകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കി അവരെ പ്രയോഗങ്ങൾ, തോറ്റം പാട്ടിലൊക്കെയുള്ള പ്രയോഗങ്ങൾ അതൊക്കെ അങ്ങനെ വർക്ക് ചെയ്തിട്ടാണ് ഈ പാട്ടുകളിലോട്ട് വരുമ്പോൾ. ടിനു പാപ്പച്ചൻ തന്നൊരു ബ്രീഫ് എന്തായിരുന്നു ഇത് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു? അതായത് ഞങ്ങൾ അജഗജാന്തരം ചെയ്ത സമയത്ത് അജഗജാന്തരത്തിൽ കുറേ ഫോക്ക് സോങ്സ് എടുത്ത് നമ്മൾ റീമിക്സും അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടിനുവിനോട് പറഞ്ഞു എനിക്ക് ഈ ഒറിജിനൽ ചെയ്യാനാണ്, എനിക്ക് റീമിക്സ് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ഒറിജിനൽ കമ്പോസിഷൻ എന്നുള്ള തരത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തോറ്റം പാട്ടാണെങ്കിൽ ഞാൻ അതുപോലെ സൗണ്ട് ചെയ്യുന്നൊരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഇപ്രാവശ്യം നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അങ്ങനെയാണ് ഇതിനകത്ത് പാട്ടുകളൊക്കെ ആ മൂഡിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോഴോ സിനിമ തുടങ്ങിയപ്പോഴോ ഒന്നും പാട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കൂടെ ചെയ്തതാണ്. ഈ സ്ഥലത്ത് ഇവിടെ ഒരു പാട്ട് വരാം എന്ന് വിചാരിച്ചതല്ല, ഒരു സിറ്റുവേഷനിലെ ഐഡിയ അങ്ങനെ വർക്കൗട്ട് ചെയ്തെടുത്തതാണ്. ചാവേറിലെ ഈ പാട്ട് സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഇത് ഈ ഒരു സീൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈം നടന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അത്തരത്തിലുള്ളൊരു സീനായിരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പലതരത്തിൽ സ്കോറിൽ കുറേ മാറിയൊക്കെ ചെയ്ത് നോക്കിയെങ്കിലും ടിനുവിന് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ പിന്നെയാണ് നമ്മൾ ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒക്കെ അപ്പുറത്ത് അവിടെ ഒരു ക്രൈം നടന്നു, ഒരാളവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, അയാളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ അങ്ങനെ ചിന്തിച്ചപ്പോൾ അതൊരു തെയ്യം കലാകാരനായിരുന്നു. അങ്ങനെയാണ് ഒരു തോറ്റമ്പാട്ടും അങ്ങനത്തെ വേറൊരു മൂഡ് ക്രിയേറ്റ് ചെയ്താലോ എന്ന് നമുക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ സീനിൽ കുറേ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, പോലീസ് ഡോഗ് വരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫോറൻസിക്കാരുടെ കുറേ നമ്മൾ സിനിമകൾ കാണുന്ന തരം ഇതൊക്കെ വിഷ്വലിൽ വേറൊരു തരം നമ്മളൊന്ന് ട്രൈ ചെയ്തതാണ്. അപ്പം അതുകൊണ്ടാണ് അപ്പം ഇങ്ങനത്തെ കുറച്ച് വോക്കൽസ്, കുറച്ച് ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള അതെ അങ്ങനത്തെ ഒരു കുറച്ച് ആ ഒരു ഡാർക്ക് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനകത്ത് തോറ്റം പാട്ടിൻ്റെ ഒരു കൾച്ചറിലുള്ളൊരു അങ്ങനത്തെ ഒരു മൂഡിൽ കമ്പോസ് ചെയ്തതാണ് ഇത്. അതിൻ്റെ ലിറിക്സ് ഹരീഷായിരുന്നു. അത് അങ്ങനെ പോണത് അതൊരു ഈ സിനിമയിലെ ഡയലോഗ് ഒരു കഴിഞ്ഞിട്ട് കറക്റ്റ് ഒരു എന്താ ഇങ്ങനെ ഒരു ആളെ തെച്ചിനാ
ആ തീയം കിട്ടുന്ന വണ്ണണ്ടാകും എന്റെ മോനില്ലേ, ഓനാന്നാണ് വാസു പറഞ്ഞത്. ഓനതിന് രാഷ്ട്രീയം ഉണ്ടാ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് അത് പോയത്. അപ്പോൾ ഇത് പാടിയിട്ടുള്ളത് സന്തോഷ് വർമ്മ, ലിറിസിസ്റ്റ് സന്തോഷ് വർമ്മയാണ് ഇത് പാടിയത്. പാട്ട് എഴുതിയത് ഹരീഷുമാണ്. അപ്പോൾ സന്തോഷ് ചേട്ടനെ എനിക്ക് മുമ്പേ അറിയാവുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻ്റലായിട്ടൊക്കെ സന്തോഷ് ചേട്ടൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് പാടി നോക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അങ്ങനെയാണ് ഈ സീനും ഈ പാട്ടൊക്കെ ഉണ്ടായത്. ഇപ്പോൾ ജസ്റ്റിൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു സിനിമയായിട്ട് കണക്കാക്കപ്പെടുന്നത് ജോജിയാണ്. അപ്പോൾ ജോജി ആണെങ്കിൽ അത് ഒരു മിനിമൽ സ്പേസിലെടുത്ത സിനിമയാണ്, കോവിഡിൻ്റെ പരിമിതികളിൽ നിന്ന് എടുത്ത സിനിമയാണ്. പക്ഷേ അതിൻ്റെ മ്യൂസിക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിലൊരു മിനിമലിസം ഇല്ല, ഒരു ഇൻ്റർനാഷണൽ ഫീൽ തന്നെയാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ അതിലെ ഓപ്പണിംഗ് ടൈറ്റിൽ സീക്വൻസ് ആയാലും എൻഡ് ക്രെഡിറ്റ്സ് ആയാലും നമ്മൾ ചിലപ്പോൾ ഒന്ന് കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ അതൊരു ഹോളിവുഡ് സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസിലെ മ്യൂസിക് പോലെ തോന്നുന്ന അത്രയും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. പിന്നെ അതൊരു ദിലീഷ് പോത്തൻ സിനിമയാണ്. അപ്പോൾ ജസ്റ്റിന് അതിലേക്ക് വരുമ്പോൾ ഒരു പോത്തേട്ടനും ബ്രില്യൻസിലേക്കാണ് ജസ്റ്റിന് അതിൽ വരുന്നത്. എങ്ങനെയായിരുന്നു ജോജിയുടെ കാര്യങ്ങളും ഒരു ബ്രീഫും പിന്നെ അതിലേക്കുള്ള ചാലഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തൊക്കെ? ജോജി എന്നെ വിളിക്കുമ്പോൾ ഇതുപോലെ പാട്ടുകളില്ല എന്ന് പറഞ്ഞ് OTT സിനിമയെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ കുറച്ച് നിരാശനായി. കാരണം അപ്പോൾ അതത്ര പോത്തേട്ടൻ്റെ സിനിമയിൽ വരുമ്പോൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കപ്പെടുമല്ലോ, അപ്പോൾ അതിനകത്ത് പാട്ടൊന്നും ഇല്ലാതായി പോലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. തിയേറ്റർ സിനിമ എന്നുള്ളൊരു സങ്കടം ഇനി ഉണ്ടായിരുന്നു. പിന്നീട് പക്ഷേ ഇതായിരുന്നു എൻ്റെ ശരി എന്ന് എനിക്ക് തോന്നി. കാരണം അതുകൊണ്ടാണ് അതിന് കൂടുതൽ ഒരു ശ്രദ്ധ കിട്ടിയത്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ബ്രീഫ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു ഈ ഒരു സ്പേസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അപ്പം പക്ഷെ നമുക്കൊരു വെസ്റ്റേൺ ഓർക്കസ്ട്രൽ അങ്ങനത്തെ ഒരു ഫ്ലേവർ അതിന് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിച്ചു, നമുക്ക് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് നമുക്ക് നോക്കാം, അതിൻ്റെ ബാക്കി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മളങ്ങനെ കുറച്ച് പുറത്തുള്ള ആൾക്കാരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ആണ് നമ്മൾ ബൾഗേറിയ എന്നാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അവരൊരു ടീമായിട്ട് നോക്കിയിട്ട് നമ്മൾ അങ്ങനെയാണ് അത് ചെയ്തത്. അപ്പോൾ അത് എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എൻ്റെ ഫസ്റ്റ് മൂവി തൊട്ട് ഇതുവരെ പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ജോജിയിലാണത് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് പെർഫോം ചെയ്തപ്പോഴൊക്കെ കുറച്ചും കൂടി അവരുടെ ഒരു സ്റ്റൈലും കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു തരത്തിൽ അത് സൗണ്ട് ചെയ്തു. ഇപ്പോൾ പല സിനിമകളിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ തന്നെ സൈലൻസിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ചില സീനുകളിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോവാതെ സൈലൻസ് ആ സീനെ കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ ആക്ടേഴ്സ് ആ സീനെ ടേക്ക് ഓവർ ചെയ്തിട്ട് ഒരു മ്യൂസിഷ്യൻ ഒരു ബാക്ക് സീറ്റ് എടുക്കാമെന്നുള്ള ചില തീരുമാനങ്ങൾക്ക് എടുക്കുള്ളൂ. ഇപ്പോൾ സുഷിൻ തന്നെ പറഞ്ഞിരുന്നു, ഉള്ളൊഴുക്കിൽ ഒരു സീനിൽ ഉർവശി ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആ സീനിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നു. ജസ്റ്റിന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും സൈലൻസ് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് കഴിഞ്ഞുള്ള മ്യൂസിക്കിൻ്റെ ഇമ്പാക്റ്റ് കൂടുക. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡയറക്ടറിനും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാകുമ്പോഴാണ് നമ്മൾ ഇവിടെ ഡ്രോപ്പായി പോകും, മ്യൂസിക് അല്ലെങ്കിൽ പണി പാളുമോ എന്ന് പേടിച്ചാൽ ചിലപ്പോൾ നമ്മളോട് പറയും അല്ല അങ്ങനെ സൈലൻസ് വിടണ്ട, ഇവരുടെ ഒരു ടേക്കും കൂടെ ഉറപ്പായിട്ടും. ഇപ്പം നമ്മൾ ജോജി ചെയ്തപ്പോഴൊക്കെ അങ്ങനെ സൈലൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് വരേണ്ട സ്ഥലങ്ങളിലാണ് അതിൻ്റെ മ്യൂസിക് വന്നിട്ടുള്ളൂ. അതുപോലെ ഇപ്പോൾ സ്ത്രീ 2 ചെയ്തപ്പോഴായാലും അതിലും അങ്ങനെ ഹൊറർ സ്പേസ് കുറേ ലൗഡ് മ്യൂസിക് കുറേ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് സൈലൻസ് പ്ലേസ് ചെയ്ത് നോക്കാം. ഇതൊക്കെ ചുമ്മാ സ്കോർ ചെയ്ത് നോക്കിയായിരുന്നു. എന്നിട്ട് നമ്മൾ തീരുമാനിച്ചു ഇത് വേണ്ടാന്ന് തോന്നും, പക്ഷേ നമുക്ക് ഫൈനൽ മിക്സിലൊരു ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്ടറായിട്ടൊക്കെ ഇരുന്ന് അങ്ങനെയാണ് ആ ഒരു ഡിസിഷനിലോട്ടൊക്കെ എത്തിയത്. ഇപ്പോൾ ഒരു പാട്ടിനെ കൂടുതൽ മനോഹരമാക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ശബ്ദം അതിൽ വരുമ്പോഴാണ്, അനുയോജ്യമായിട്ടുള്ളൊരു പാട്ടുകാരൻ ആ പാട്ടിനെ പാടുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമായിട്ട് വരുന്നത്. ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള തണ്ണീർമത്തൻ ദിനങ്ങളിലെ ജാതിക്കാത്തോട്ട് എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ചാണ്. അപ്പോൾ അത് 2 സ്കൂൾ കുട്ടികളുടെ പ്രണയം കാണിക്കുന്നൊരു പാട്ടാണ്. അല്പം ചൈൽഡിഷ് ആയിട്ടുള്ള കുറച്ച് ഇമ്മച്വർ ആയിട്ടുള്ള ഒരു പ്രണയം അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ആ പാട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കാം എന്നുള്ളൊരു ചോയ്സ് ചിലപ്പോൾ എടുത്ത് കാണുമല്ലോ. പക്ഷേ അവിടെ വന്നിരിക്കുന്ന സൗമ്യ രാമകൃഷ്ണൻ്റെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു വോയിസാണ്. നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോഴും വിഷ്വൽസിനോടൊപ്പം തന്നെ ഈ സൗണ്ടും ഈ പുള്ളിക്കാരുടെ വോയിസും നമുക്ക് വളരെ സ്ട്രൈക്കിംഗ് ആണ്. അങ്ങനെ ഒരു തീരുമാനത്തിലെടുത്ത് എങ്ങനെയാണ് ഈ ഒരു കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കാൻ ഒരു തീരുമാനം ഉണ്ടായിരുന്നു? ആദ്യം എൻ്റെ പ്ലാൻ ഒരു +2 നമ്മളുടെ സ്കൂൾ കുട്ടികളുടെ ആ ഏജുള്ള അതേ, അപ്പോൾ ഈ ആ ടീനേജിൽ നമ്മുടെ ഒരു സൗണ്ട് മാറുന്നൊരു ടോൺ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മെയിൽ വോയിസ് ദേവനെ പാടിയപ്പോൾ ദേവൻ്റെ വോയിസ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫീമെയിൽ ടോൺ അങ്ങനെ ഒരാളെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാവുന്ന ആൾ സൗമ്യയാണ്. ബിജു ബാലേട്ടൻ്റെ അടുത്തോട്ട് അവിടെ നമുക്ക് സൗമ്യനെ നേരത്തെ അറിയാം. അപ്പോൾ ഞാൻ സൗമ്യയുടെ അടുത്തൊരു ട്രാക്ക് പാടി തരാമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. അപ്പോൾ സൗമ്യ പാടിയപ്പോൾ
സൗമ്യ പാടിയപ്പോൾ ഭയങ്കര ആ പാട്ട് അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് പാടി വെച്ചിട്ടൊരു വേർഷൻ ഉണ്ടായിരുന്നു. അല്ലാതെ സൗമ്യ പാടിയപ്പോൾ അതിന് ഭയങ്കര രസം വന്നു. അപ്പോൾ എല്ലാവരും കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ ട്രാക്ക് പഠിച്ചിട്ടുള്ളതാണ്, പിന്നെ നമുക്ക് മാറ്റാം, നമുക്ക് ഇതുപോലെ കുട്ടികളെ കൊണ്ട് ആരെങ്കിലും പാടിക്കാം എന്ന് പറഞ്ഞെങ്കിലും സൗമ്യ പാടിയപ്പോൾ ആ പാട്ടിന് കുറച്ചും കൂടി ഒരു രസം വന്നു. അപ്പോൾ ആ സൗമ്യയുടെ വോയിസിൽ ആ പാട്ട് ഭയങ്കര രസമായിട്ടിരുന്നു. അപ്പോൾ പിന്നെ ഇനി നമുക്കെന്നാൽ ഇത് മാറ്റണ്ടെന്ന് തോന്നുന്നു. ഞാൻ തന്നെ സൗമ്യനെ ഒന്നുകൂടി വിളിച്ചിട്ട് ഒന്നുകൂടി പാടിപ്പിച്ചു. അന്ന് ചുമ്മാ ട്രാക്ക് പാടിയതല്ലെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അപ്പം സൗമ്യ കുറച്ചുകൂടി പോളിഷ്ഡായി തുടങ്ങി ടോൺ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച ട്രാക്ക് പാടി അത് തന്നെ കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പാടിയത് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഗിരീഷയുടെ അടുത്ത സിനിമയിൽ അതായത് സൂപ്പർ ശരണ്യയിൽ അശുഭമംഗളകാരി എന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ. ഇത് ശരണ്യ കുറച്ച് ക്ലംസിയാണ്, പേടിയുള്ള ഒരാളാണ്. ഈ ശരണ്യയുടെ ഈ സ്വഭാവങ്ങളൊക്കെ എടുത്തു കാണിക്കേണ്ട ഒരു പാട്ടാണ്. ഇത് മ്യൂസിക്കിലൂടെ നമ്മൾ കൊണ്ടുവരികയും ചെയ്യണമല്ലോ. ഈ പാട്ടിൻ്റെയൊക്കെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു? അത് കമ്പോസ് ചെയ്തും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗിരീഷ് അതിൻ്റെ ബ്രീഫ് പക്കയായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നമ്മളിങ്ങനെ ഇതുപോലൊരു ഞാൻ ആ സമയത്ത് ഒരു പയ്യൻ്റെ വോയിസ് ഇങ്ങനെ കേട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ ഏതൊരു സിനിമയ്ക്ക് അതിൻ്റെ ഡയറക്ടർ എനിക്ക് ചുമ്മാ ഈ പയ്യൻ്റെ വോയിസ് കേട്ട് വെക്കുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും തന്നതാണ്. അപ്പോൾ ഈ പയ്യനെ ഇങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരത്ത് എന്നാണ് അവൻ്റെ പേര്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് പാട്ട് ചെയ്തു വന്നപ്പോൾ സുഹൈൽ കോയാണ് ലിറിക്സ്. അപ്പോൾ സുഹൈൽ പിന്നെ ജാതിക്കത്തോട്ടും അപ്പം തൊട്ട് നമ്മൾ ആ ഒരു റാപ്പുണ്ട്. അപ്പം സുഹൈൽ എനിക്ക് ഇടയ്ക്ക് ഞാൻ കുറച്ച് ഈ ഗിരീഷ് പറഞ്ഞു തന്ന ഈ ബ്രീഫിൽ നിന്ന് സുഹൈൽ കുറച്ച് എങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് വരികൾ എഴുതി തരും. അപ്പോൾ അന്ന് വരികൾ കുറച്ച് എഴുതി തന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്കായിരുന്നു അശുഭമംഗളകാരി എന്ന് ഇങ്ങനെ കുറച്ച് വന്നിട്ടുള്ളൊരു വാക്ക്. അപ്പോൾ ഇനി ആ വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഹുക്കാക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ വേറെ വരികളൊക്കെ എഴുതി. അതിനുശേഷം ഇപ്പോൾ ആ എഴുതിയ വരികളൊക്കെ കുറേ മാറ്റി എഴുതിയിട്ട് ഈ ഹുക്കായിട്ട് അശുഭമംഗളകാരി അങ്ങനെ വെച്ച് അങ്ങനെയാണ് ആ പാട്ട് വന്നത്. അപ്പോൾ ശരത്തിനെ കൊണ്ട് പാടിച്ചപ്പോൾ അത് ഭയങ്കര ഒരു വേറൊരു ടോൺ, മൊത്തം അതിൻ്റെ സൗണ്ട് മുഴുവനായിട്ടൊന്ന് മാറി കിട്ടി. അപ്പം അങ്ങനെയാണ് അത് പോയത്. ഇപ്പോൾ പറഞ്ഞാൽ സുഹൈൽ കോയായിട്ടുള്ളൊരു കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ഹിജാബി, അശോകങ്കളകാരി, തണ്ണീർമത്തനിലെ ഈ ജാതിക്കത്തോട്ടം, ഇതെല്ലാം നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ പിറന്ന ഒരു പാട്ടുകളാണ്. ഇതെല്ലാം ഹിറ്റുകളുമാണ്, നല്ല മെലഡീസാണ്. പുള്ളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ റാപ്പൊക്കെ എങ്ങനെയാണ്? സുഹൈലിനെ തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ആണ് ആദ്യം എൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾ വെച്ചിട്ട് എഴുതിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ സുഹൈൽ ഖൽബിൽ എഴുതിയ ഒരു പാട്ടാണെന്ന് തോന്നുന്നു. അതിലൊരു പാട്ട് കേട്ടു. അതിൻ്റെ ഒരു 4 ലൈൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രഷായിരുന്നു. ഞാൻ ഉറപ്പായിട്ടും നമുക്ക് സുഹൈൽ തന്നെ എഴുതുന്നു. പിന്നെ സുഹൈലിനോട് വർക്ക് ചെയ്ത് വന്നപ്പം നമ്മൾ നല്ല കമ്പനിയായി. അപ്പോൾ എനിക്ക് സുഹൈലാകുമ്പോൾ എത്ര വേണമെങ്കിലും ശല്യപ്പെടുത്താം. സുഹൈലിനെ ഞാനിങ്ങനെ മാറ്റിയൊക്കെ എഴുതാൻ നമുക്കങ്ങനെ ഒരു ഇപ്പോൾ ഞാൻ ഒരു ട്യൂൺ ഇട്ടാലും സുഹൈലും പറയും ജസ്റ്റ് ഇത് അത്ര സെറ്റല്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫ്രീഡം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി എഴുതും. ചിലപ്പോൾ എഴുതി തന്നിട്ട് ട്യൂൺ ചെയ്യും. ചിലപ്പോൾ ഇതുപോലെ കുറച്ച് വരികൾ തന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ ഒരു പോർഷൻ വെച്ച് ഈ മീറ്ററിൽ ഫുൾ പാട്ടാക്കാൻ പറ്റുമോ അങ്ങനെ ചോദിക്കാം. അങ്ങനെ ആ ഒരു ഫ്രീഡം നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫ്രണ്ട്സായി പോയി. അതിൻ്റേതായ ചില ശല്യപ്പെടുത്തലുകൾ എനിക്ക് പുള്ളീൻ്റെ അടുത്ത് നടത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോൾ സുഹൈലായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് നല്ല സംഭവങ്ങൾ കിട്ടാറുണ്ട്. ഇപ്പോൾ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേള എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അതിൽ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പാട്ടാണ് എന്താവോ എന്ന് പറയുന്ന സോങ്. പക്ഷേ എനിക്ക് ഇപ്പോൾ സിനിമ തിയേറ്ററിൽ ഫസ്റ്റ് കണ്ട മുതൽ നനവേറെ വന്നിട്ടും എന്ന് പറയുന്ന പാട്ടാണ്. അതാണ് തന്നിട്ടും ആ പാട്ടാണ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് പാട്ട്. പക്ഷെ ആ പാട്ടിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ ഓഫ് ഹ്യൂമർ ഇവൻറ്റ്സ് അവിടെ നടക്കണം. തിയേറ്ററിലൊരു സീൻ, അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റ് സീൻ, പിന്നെ കാറിൽ വരുന്നൊരു സീൻ. ഇത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആ സിനിമയുടെ ഒരു ടോൺ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. ഈ പാട്ടിലൂടെയാണ് ആ കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷനും സിനിമയുടെ ടോൺ തന്നെ മാറുകയാണ്. അപ്പോൾ അവിടെ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി ജസ്റ്റിനുണ്ട്. ഇത്രയും ഹ്യൂമർ കഴിഞ്ഞ് വന്ന് പെട്ടെന്നൊരു വേറൊരു ഇമോഷനിലോട്ട് പോകുമ്പോൾ ഇത് ഓഡിയൻസിലേക്ക് എങ്ങനെ കണക്ട് ആവുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എങ്ങനെയായിരുന്നു അതിൻ്റെ കമ്പോസിഷനൊക്കെ? ഈ പറഞ്ഞ പോലെ എനിക്ക് നമ്മുടെ ഡയറക്ടറുടെ ഫോക്കസ് പക്കയാണെങ്കിൽ, അതല്ലെങ്കിൽ ഡയറക്ടർ നമുക്ക് തരുന്ന ബ്രീഫ് അല്ലെങ്കിൽ അത് പക്കയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേടി ഉണ്ടാവാറില്ല. അവർ കൺഫ്യൂസ്ഡ് ആകുമ്പോഴാണ് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോൾ ഇതാണോ എന്നുള്ളൊരു എനിക്ക് ഞാൻ എന്ത് പാട്ട് ചെയ്താലും ആ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇത് തന്നെയാണോ ശരി? ഞാൻ ചോദിക്കും ഇത് മാറ്റി ചെയ്യണോ എന്നൊക്കെ ചോദിക്കും. വേറെ ചെയ്ത് നോക്കണം, ഇത് പാടുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അൽത്താഫ് ആ കാര്യത്തിൽ അൽത്താഫിന് അറിയാം എന്താ വേണ്ടതെന്നുള്ളത്. അപ്പം
ആ പാട്ട് എന്നോട് പറഞ്ഞത് ഇത് നമ്മുടെ ഈ പറഞ്ഞ പോലെ അത്രയും അതുവരെ വന്ന സീനിൽ നിന്നും ഒരു ഷിഫ്റ്റായിട്ട് വരുന്ന ഒരു പരിപാടിയാണ്. അപ്പം അവിടെ ഒരു സങ്കടം വേണം, പക്ഷെ അതൊരു പാത്തോസ് അല്ല, പക്ഷെ ഒരു നൊമ്പരം ഒരു നൊമ്പരം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാട്ട് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്കൊരു റെഫറൻസ് പാട്ട് കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഭയങ്കര പാത്തോസ്, ഭയങ്കര ഇമോഷണൽ അങ്ങനെയുള്ളൊരു പാട്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അൽത്താഫ് പറഞ്ഞു, ഈ പാട്ടിൻ്റെ പോലെ ഒരു പാട്ട് ആയാൽ കൊള്ളാം, പക്ഷേ ഇത്രയും ഇമോഷണൽ, അത്രയും അങ്ങനെ എന്താ പറയുക, ഒരു മെലങ്കളിക് ആയിട്ടുള്ളൊരു പാട്ട് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാനത് അത്രയും എന്നൊരു സങ്കടം ഉണ്ടാവണം എന്നൊരു ഇത് വേണം, അങ്ങനെ ഒരു തരത്തിലാണ്. അപ്പോൾ ആദ്യം 2-3 ട്യൂൺ ഞാൻ ഇട്ടു. അപ്പോൾ അൽത്താഫിന് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ട്യൂണുകൾ. അപ്പോൾ അൽത്താഫ് എന്നോട് പറഞ്ഞു, എനിക്ക് ഞാനിപ്പോൾ ആരോ എന്ന് പറഞ്ഞൊരു വാക്ക്, അത് നമ്മളിങ്ങനെ നീ ഇപ്പോൾ അങ്ങനെ നീണ്ടു പോകുന്ന ട്യൂണിൽ കുറച്ച് 2 വാക്കുള്ളൂ, പക്ഷേ നമ്മളത് ട്യൂണിട്ട് ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്തൊക്കെ പോകുന്ന തരത്തിലൊക്കെ ഒരു പാട്ട് ചെയ്തു. അപ്പോൾ അൽത്താഫ് പറഞ്ഞു, എനിക്ക് അതുകൊണ്ട് നിറച്ച് വരികൾ വേണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഉസിറ് നരമ്പിലനി ഊസി എത്ര എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ടല്ലോ, അപ്പോൾ ഫുൾ വരിയാണല്ലോ ആ പാട്ട്. അപ്പോൾ എന്ന് പറയണ പോലെ ഒരു അത്രയും വരികളുള്ള പാട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ആദ്യം എഴുതിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും സന്തോഷ് വർമ്മയാണ് എഴുതിയത്. അപ്പോൾ സന്തോഷേട്ടനും ഞാനും കൂടി ഇരുന്നപ്പോഴാണ് സന്തോഷേട്ടൻ ഇതിൻ്റെ ഈ ജനലോരം വന്നാലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ അനുപല്ലവി ഉണ്ട്. അപ്പോൾ ആ പോർഷനാണ് ആദ്യം എഴുതിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നനവേറെ തന്നിട്ടും എഴുതി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഞാൻ നനവേറെ തന്നിട്ടും വെച്ച് തുടങ്ങിക്കോട്ടെ, കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു, ഇതിൻ്റെ ആശയത്തിലോ എന്തെങ്കിലും കാര്യത്തിൽ. അപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് നനവേറെ തന്നിട്ടും ആദ്യം വരികൾ എഴുതിയിട്ട് പിന്നെ അങ്ങനെ ട്യൂൺ ചെയ്ത് ചെയ്യാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെ ആ സിനിമയുടെ ഒരു ലാസ്റ്റൊക്കെ എത്തുമ്പോൾ അഹാനയുടെ ക്യാരക്ടറിൻ്റെ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ അഹാന, ശ്രിന്ദ, ലിവിൻ പോളി ഒരു ടേബിളിന് ചുറ്റും ഇരുന്നിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തുന്നത് എനിക്കൊന്ന് സിനിമയിലെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ സീനാണ്. അവിടെ ഈ നനവേറയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ എനിക്കൊന്ന് സിത്താറാണോ അതിൽ യൂസ് ചെയ്യുന്നത്? സരോദ. അതെങ്ങനെയായിരുന്നു ഈ നനവേറെ തന്നെ ഇത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് ഇത് പ്ലേസ് ചെയ്യാം, ആ ഒരു മോസ്റ്റ് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ ഇത് പ്ലേസ് ചെയ്യാമെന്നുള്ളത്? അത് സാധാരണയായിട്ട് നമ്മൾ സിനിമയിൽ പാട്ടുകൾക്ക് ആ സിനിമയുടെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പാട്ടുകളുടെ ട്യൂൺ, അപ്പോൾ പാട്ടും രജിസ്റ്ററും, അത് പാട്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ മെലഡി വരുമ്പോൾ അത് രജിസ്റ്ററും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പം പിന്നെ ഇത് നമ്മൾ ആദ്യം തന്നെ ഈ സരോദിൻ്റെ സരോദ് വെച്ചിട്ട് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാമെന്ന് നമ്മൾ ആദ്യമേ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്താണ് സ്കോർ ചെയ്തപ്പോൾ അന്ന് നിവിൻ വന്ന സിനിമ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു, ആ സ്ഥലം മാത്രം കുറച്ചുകൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി റിവർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി ഇമോഷണലാക്കി കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റും അതും ഒക്കെ വന്നിട്ട് അതിനൊരു കൂടുതൽ ഫീൽ കൊടുത്തു. ഇപ്പം മലയാള സിനിമയിലെ പാട്ടുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫേജോ, ഡാപ്സി പോലുള്ള പുതിയ സിംഗേഴ്സ് ഒരുപാട് രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഇവരെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹിപ്പ് ഹോപ്പ്, റാപ്പ് കൾച്ചറൊക്കെ മലയാളത്തിൽ കൂടുതൽ എക്സ്പ്ലോർ ആയി വരുന്നുണ്ട്. ഇതിപ്പോൾ കാലത്തിന്റെ ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണോ, അതോ മലയാളികൾ കൂടുതൽ മ്യൂസിക്കിലേക്ക് എക്സ്പ്ലോർ ആയതുകൊണ്ട് വന്ന ഒരു മാറ്റമാണോ? രണ്ടുമാണ്. ഒരു തരത്തിൽ പുതിയ ഞാൻ ഒരു സമയത്ത് അത് ആരാണ്, അത് ഏത് റാപ്പറാണ് അങ്ങനെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് എന്ന് വെച്ചാൽ റാപ്പ് കൾച്ചറിൽ അവർ റാപ്പ് മലയാളത്തിലും അങ്ങനെ ഒരു റാപ്പ് കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടി അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് പല സ്ഥലത്ത് അവതരിപ്പിക്കുന്നുണ്ട്, അതാരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷേ അത് ആരും ശ്രദ്ധിക്കാത്തൊരു സമയം ഉണ്ടായിരുന്നു. ആ ശ്രദ്ധിക്കാത്ത സമയത്ത് നിന്നും ഇപ്പോൾ വന്ന് ട്രെൻഡിങ്ങായിട്ട് ഏറ്റവും അധികം ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റാപ്പ് കൾച്ചർ അവർ ബിൽഡ് ചെയ്തെടുത്തു. അപ്പം അത് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് എനിക്കതിനകത്ത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇത് ഒരാൾ ഇവിടെ ഇവിടെ റാപ്പിൻ്റെ ഒരു റെവല്യൂഷൻ വേണമെന്നൊക്കെ ചിന്തിച്ച് അതിനു വേണ്ടി ചെയ്യുമ്പോൾ അവരതിൻ്റെ ലിറിക്കും ഇപ്പോൾ വേടൻ്റെയൊക്കെ ട്രാക്സൊക്കെ വന്നപ്പോഴും അതുപോലെ എല്ലാവരുടെയും ട്രാക്സുകൾ വരുന്ന സമയത്ത് അത് വന്ന സമയത്ത് അത് വളർന്നു വന്ന് അവരതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവർക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി മീൻസ് അവരൊക്കെ ഫ്രണ്ട്സൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കൂടി അതിനെ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോൾ ഒരു പാട്ട് ചെയ്യുമ്പോഴും നമ്മളുടെ അടുത്ത് ചിലപ്പോൾ ഡയറക്ടർ പറയും അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാൻ വേണ്ടി അവരൊരു ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. ഒരു സിനിമ ഇറങ്ങുമ്പോഴും അതിൻ്റെ പ്രൊമോ സോങ്, ഇപ്പോൾ ദാപ്സിയുടെ പ്രൊമോ സോങ്സ് ഹിറ്റാണ്. അതെ
അല്ല അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തല്ലോ, അത് നല്ല രീതിയിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തിയല്ലോ. ഇപ്പോൾ നമ്മൾ പണ്ട് ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒക്കെ ഒരു സമയത്ത് ഭയങ്കര സ്വീറ്റായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾക്ക് രവീന്ദ്ര മാഷിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാട്ടുകൾ പോപ്പുലറായല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റാപ്പ് ജോണറും ഇതൊന്നും എല്ലാവരും മലയാളികൾ അങ്ങനെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന പാട്ടിൽ നിന്ന് മാറി ഇപ്പോൾ മണവാളൻ തഗ്ഗൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അതിനകത്തൊരു പോപ്പുലർ എലമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന തരത്തിൽ അവർ ആ ജോണറിനെ അത്രയും പോപ്പുലറൈസ് ചെയ്തു എന്ന് പറയുന്നത് ഒരു അടിപൊളി കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കൂടെ പറയുമ്പോൾ ഈ റീൽ കൾച്ചർ ഉണ്ടല്ലോ, ഇപ്പോൾ പല പാട്ടുകളും റീൽസിലൂടെ ഹിറ്റാവുന്നുണ്ട്. പഴയ പാട്ടുകളാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അണ്ടർ റേറ്റഡ് എന്ന് മുൻപ് പറഞ്ഞ പാട്ടുകൾ ഇപ്പോൾ റീൽസ് വഴി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ പാട്ട് ഇറങ്ങുമ്പോൾ പോലും യൂട്യൂബിൽ വരുന്ന കമൻറ്റുകൾ റീൽസ് ഭരിക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയും കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഇതിലുണ്ടോ? ഏതിൽ ഈ മീൻസ് ഈ പുതിയ പാട്ടുകൾ ഇങ്ങനെ വരുന്നതിൽ പുതിയ ട്രെൻഡുകൾ മ്യൂസിക് ഡയറക്ടേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ഉറപ്പായിട്ടും. ഇപ്പോൾ ഞാൻ ജാതിക്കത്തോട്ടം ചെയ്തപ്പോഴാണോ സൂപ്പർ ചാനലിലെ പാട്ടുകൾ ചെയ്തപ്പോഴോ ഞാൻ ഓർക്കണില്ല. ഞാൻ വിചാരിക്കും ഇതൊന്ന് മറ്റേ റീലിലടിക്കണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ റീലിലടിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ റീല് തോണ്ടിക്കൊണ്ട് നമ്മളെ സാധാരണ എല്ലാവരും വെറുതെ തോണ്ടലുണ്ട്. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഇതെന്തായിരിക്കും ഇത്, അല്ലെങ്കിൽ ഇപ്പോൾ നില്ല് ആ പാട്ടൊക്കെ പിന്നീട് ഭയങ്കര ഹിറ്റായി വന്നത്. അപ്പോൾ ജാസ്തി അത് അന്ന് ഹിറ്റാണ്, പിന്നെ ഹിറ്റായി. അപ്പോൾ ഇതിലൊക്കെ എന്താണ് ആ റീലിൽ ഒരു പാട്ട് എങ്ങനെയാണത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് റിപ്പീറ്റഡ് വാച്ച് അതിനുണ്ടാവുന്നതെന്നൊക്കെ ഞാൻ അത് വെറുതെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാട്ട് ചെയ്യുന്നതിനകത്ത് ആ എന്താണ്, അല്ലെങ്കിൽ ഒരു ഡാൻസ് സോങ് ആണെങ്കിൽ അതിൻ്റെ ബീറ്റിലുള്ള പ്രത്യേകത എന്താണ്, അത് ഉറപ്പായിട്ടും ആ ഹുക്ക് അത് ചില സമയത്ത് അത്ര ഹുക്കൊന്നും അല്ലാത്തതും അത് ചിലപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ആയിരിക്കാം. അപ്പോൾ രണ്ട് തരത്തിലുണ്ട് റീൽസിൽ എപ്പോഴും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മിനിറ്റിൻ്റെ 1.5 മിനിറ്റ് ചെറിയ റീൽസിലാണ് ഇത്രയും പാട്ടുകൾ പോപ്പുലർ ആവുന്നതും ഒക്കെ. അപ്പോൾ റീൽസ് ഒരു തരത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ചാവേറിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ ഇത് റീലിൽ പോകണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അത് ഇതുപോലെ ടിനു പാപ്പച്ചും വരുന്നതിന് മുമ്പ് ഇത് പെട്ടെന്ന് അങ്ങനെ ചെയ്തൊരു ട്രാക്കാണ്. പക്ഷേ അത് ഭയങ്കര വൈറലായി. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നില്ല നമ്മൾ എന്താണ് വൈറലാവുന്നത്, എന്താണ് റീൽസിൽ അത് പോകുന്നതെന്നുള്ളതും. അതിൻ്റെ ഈ പറഞ്ഞ പോലെ റീൽസിൽ വരുന്നതിൻ്റെ വിഷ്വലും അല്ലെങ്കിൽ അത് ചെയ്യാൻ 1-2 നല്ല ആർട്ടിസ്റ്റുകൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെ അങ്ങനെ ചെയ്യുമ്പം അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെ ഇപ്പോൾ അവർക്ക് കുറേ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന സാധനങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് അതുപോലെ ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ അതിനകത്ത് കുറേ കാര്യങ്ങൾ കൂടിയിട്ടാണ് ആ റീൽസിൽ ഓരോ പാട്ടുകൾ ട്രെൻഡിങ് ആവുന്നത്. പക്ഷേ റീൽസിൽ ട്രെൻഡിങ് ആവുന്ന പാട്ടുകൾക്ക് ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഞാൻ പാട്ടുണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ട്രെൻഡിങ് ഇപ്പം എന്താണ് അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ജോണർ കാര്യങ്ങൾ എല്ലാം നോക്കാറുണ്ട്. അതല്ലെങ്കിൽ ഇത് ഇത്ര നാളെ തുടങ്ങിയിട്ട് ഇത് തീരാറായോ എന്ന് നമുക്ക് പുതിയ ഒരു എന്താണ് അപ്ഡേഷൻ ഉണ്ടാവാറുണ്ട്. ഞാൻ ഉറപ്പായിട്ടും ചെയ്യാറുണ്ട്. അതിനകത്ത് റീൽസ് എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇനി അടുത്ത വരാനിരിക്കുന്ന പുതിയ പടങ്ങൾ ഏതൊക്കെയാണ്, മ്യൂസിക് ആയാലും സ്കോർ ആയാലും? ഞാനിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇപ്പോൾ പൊന്മാൻ എന്ന് പറഞ്ഞൊരു സിനിമ ബേസിൽ ജോസഫ്, അത് ആർട്ട് ഡയറക്ടർ ജ്യോതിഷ് ശങ്കറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അത് ഉണ്ട്. പിന്നെ ദാവീദ് എന്ന് പറഞ്ഞിട്ടൊരു ആൻ്റണി പെപ്പയുടെ ഒരു ബോക്സിങ് മൂവി ഉണ്ട്. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരുന്നുണ്ട്. നമ്മളുടെ അമ്പാൻ, ആവേശത്തിൻ്റെ അമ്പാൻ ഹീറോ ആവുന്ന ഒരു സിനിമ വരുന്നുണ്ട്. അത് പിന്നെ അൽത്താഫിൻ്റെ ഓടും കുതിര ചാടും കുതിര, ഫഹദിൻ്റെ അൽത്താഫിൻ്റെ വീണ്ടും അതെ അത് വരുന്നുണ്ട്. പിന്നെ ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി വരുന്നുണ്ട്. അങ്ങനെ കുറച്ച്. ഇപ്പോൾ ഈ സിനിമകൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇപ്പോൾ ദാവീദ് ഒരു ആക്ഷൻ സിനിമയാണ്, പെപ്പയുടെ ഇടിപ്പടം എന്നത്. ഇപ്പോൾ ഓടും കുതിര ചാടും കുതിര ഒരു റൊമാൻറ്റിക് സിനിമയാണെന്നാണ് അൽത്താഫ് പറഞ്ഞത്. ഇത് രണ്ടും എപ്പോഴും ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരു ആക്ഷൻ സിനിമ ചെയ്തു, നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോകണ്ട, ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമ ചെയ്യാം. ഈ ഒരു ജോണർ വേരിയേഷൻ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഞാൻ മനഃപൂർവ്വം ചെയ്യാറുണ്ട്, ചില സമയത്ത് അറിയാതെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഡയറക്ടർ വിളിച്ച് 2 മൂവി ഒരു പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചു. അപ്പോൾ അവർക്ക് 2 മൂവീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം ആക്ഷനാണ്, ഒരെണ്ണം ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെന്നാൽ ആക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ആക്ഷനോടാണ്. അപ്പോൾ ആക്ഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ നമ്മൾ സ്ത്രീയുടെ ഡയറക്ടർ എന്നോട് വിളിച്ചൊരു പ്രൊജക്റ്റിൻ്റെ കാര്യം സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്ത്രീ പോലെ തന്നെ ഇങ്ങനെ കുറച്ചുകൂടി ഓർക്കസ്ട്രൽ പരിപാടികളൊക്കെ ഉള്ള അതല്ലാത്തൊരു ജോണർ തന്നാൽ
അതായിരിക്കും നല്ലത്, അപ്പം എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമല്ലോ അവിടെ, അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതേപോലെ തന്നെ സൗണ്ട് ചെയ്യുന്ന വേറൊരു മൂവി ഇപ്പോൾ ഹിന്ദിയിൽ പെട്ടെന്ന് ചെയ്യാൻ ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ തന്നാൽ എനിക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി നമുക്ക് അങ്ങനെ ആലോചിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ബോധപൂർവ്വം അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാറുണ്ട്, അങ്ങനെ ആ ജോണർ മാറി വരാൻ വേണ്ടിയിട്ട്, ഒരെണ്ണത്തിൽ ലേബലൈസ്ഡ് ആയി പോകാതിരിക്കും. അപ്പോൾ കൂടുതൽ ഇഷ്ടം ഈ മാസ് സിനിമകൾ ചെയ്യാനാണ്, ഈ ഒരു ഹൈ മൊമെന്റ്. എനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള മാസ് മൂവീസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞപ്പോൾ തെലുങ്ക്, തമിഴ് അങ്ങനെ മാസ് സിനിമകളുണ്ടല്ലോ, ഒരു സ്റ്റാർ വന്നിക്കും ഒരു പ്രേക്ഷകർക്ക് ഒരു ഹൈ കൊടുക്കുന്ന ഒരു മ്യൂസിക്. കാരണം ഞാൻ അങ്ങനത്തെ സിനിമകളുടെ ഭയങ്കര ആരാധകനാണ്. അപ്പോൾ അതുകാരണം ഞാൻ ഇങ്ങനത്തെ സിനിമ, ഇപ്പോൾ വിജയ് സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഷോ പോയിട്ട് വിസിലടിക്കാൻ ഇപ്പോഴും പോവും. അപ്പോൾ അതിനിപ്പോൾ സിനിമ കാരണം പിന്നെ പോയിട്ട് സിനിമ പോരാന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ മൂഡുണ്ടാവില്ല. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ മിക്കവാറും അങ്ങനെ വിജയ് സിനിമ, രജനീകാന്ത് സിനിമയ്ക്കൊക്കെ പോയി കാണും. അല്ലെങ്കിൽ ഇപ്പോൾ പുഷ്പ ഇറങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഞാൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആസ്വദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത്തരത്തിലുള്ള നമ്മളുടെ സിനിമകളെല്ലാം ഇപ്പോൾ അജഗജാന്തരം ഒരു മാസ് പടമാണെങ്കിലും അത് കുറച്ചുകൂടി എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ട്രാക്സ് അങ്ങനെയാണല്ലോ. ഞാൻ ഉദ്ദേശിച്ചതൊരു മസാല അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ്. എനിക്ക് അത് ഇനി ചെയ്തു വരുമ്പോൾ എന്താണെന്നറിയില്ല, പക്ഷേ അതിലെന്തെങ്കിലും ഒന്നൊരു പൊളിച്ച് നോക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ മാസ് മസാല സിനിമ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ തമിഴിലും തെലുങ്കിൽ നിന്നൊക്കെ എന്തെങ്കിലും ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ അത്രയും എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് കാര്യമുള്ളൂ. അത് കാരണം അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. എന്തായാലും വലിയ സിനിമകൾ കിട്ടട്ടെ. ജസ്റ്റിൻ പറഞ്ഞ പോലെ വലിയ മാസ് മസാല സിനിമ തിയേറ്ററിൽ പ്രേക്ഷകന് ഒരു കിക്ക് കൊടുക്കുന്ന സിനിമ തന്നെ ജസ്റ്റിന് കിട്ടട്ടെ. അതുപോലെ തന്നെ ഒരുപാട് ഫീൽ ഗുഡ് സിനിമകളും മെലഡീസൊക്കെ ജസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. താങ്ക് യു.